നമ്മളിൽ പലരും രാവിലെ എഴുന്നേൽക്കണമെന്ന് വിചാരിച്ച് അലാം സെറ്റ് ചെയ്തിട്ട് കിടന്നുറങ്ങും. ഈ രാവിലെ അലാം അടിക്കുമ്പോഴോ അത് സ്നൂസ് ചെയ്ത് അടുത്ത 5 മിനിറ്റിൽ എഴുന്നേക്കാം എന്ന് വിചാരിക്കും. അങ്ങനെ സ്നൂസ് ചെയ്ത് അവസാനം എഴുന്നേൽക്കുന്നത് എന്നത്തെയും സമയത്ത് തന്നെയായിരിക്കും. രാവിലെ എഴുന്നേറ്റ് പഠിക്കണം, അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ജിമ്മിൽ പോകണം എന്നൊക്കെ ആഗ്രഹിച്ചായിരിക്കും നമ്മൾ ഈ അലാം സെറ്റ് ചെയ്യുന്നത്. അലാം അടിച്ചു കഴിയുമ്പോൾ നമ്മുടെ ആ ഉറക്കത്തിന്റെ ആ താല്പര്യം കൊണ്ട് നമ്മൾ വിചാരിക്കും, ഓ, നാളെ മുതൽ തുടങ്ങാം, അല്ലെങ്കിൽ മറ്റന്നാൾ മുതൽ തുടങ്ങാമെന്ന്. ശരിയല്ലേ? ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് മനസ്സിനെ പറ്റിക്കാറുണ്ട് നമ്മളെല്ലാവരും, അല്ലേ? ഇതിന് നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, നാളെ നാളെ നീളെ നീളെ എന്ന്. ഇങ്ങനെ ഓരോ ദിവസവും നാളെ നാളെ എന്ന് പറഞ്ഞ് നീട്ടി വയ്ക്കുന്ന കാര്യം ചിലപ്പോൾ നടത്താൻ പറ്റാതെ വരും. അതല്ലെങ്കിൽ പെട്ടെന്ന് ഓടിപ്പിടിച്ച് നമുക്കത് നടത്തേണ്ടി വരും. ഇതിനെയാണ് ഇംഗ്ലീഷിൽ പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്? അല്ലെങ്കിൽ എന്താണ് ഇതിനു പിന്നിലെ ശാസ്ത്രം? ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. പലരും വിചാരിക്കുന്നത് ഇത് അലസത കൊണ്ട് മാത്രമാണെന്നാണ്. പക്ഷെ ശാസ്ത്രം പറയുന്നത് ഇത് നമ്മുടെ മനസ്സിന്റെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ നമുക്ക് പറ്റാത്തത് കൊണ്ടാണെന്നാണ്. നമുക്ക് ചെയ്യേണ്ട ജോലി എന്താണെന്ന് വളരെ കൃത്യമായിട്ടറിയാം. അതിന്റെ ഇമ്പോർട്ടൻസും അറിയാം. അത് ചെയ്യാതിരുന്നാൽ കിട്ടുന്ന പണിയും അറിയാം. പക്ഷെ നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഫോൺ ഒന്ന് കയ്യിലെടുത്തു കഴിഞ്ഞാൽ അതിലിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. എത്രയൊക്കെ ആവശ്യമുള്ള കാര്യമാണ് നമുക്ക് ചെയ്യേണ്ടത് എന്നറിഞ്ഞിരുന്നാൽ പോലും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കയറിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നിറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൂടി സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ ഉണ്ടാവും. അയ്യോ, എനിക്ക് ഈ കാര്യം ചെയ്ത് തീർക്കാനുണ്ടല്ലോ എന്ന് നമ്മുടെ മനസ്സ് പറയുന്നുണ്ടാവും. പക്ഷെ അപ്പോഴും നമ്മൾ പറയും, ഒരു 5 മിനിറ്റും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തുടങ്ങാമെന്ന്. അങ്ങനെ പറഞ്ഞു പറഞ്ഞ് നമ്മൾ നമ്മുടെ പാവം മനസ്സിനെ പറ്റിക്കും. പിന്നെ അവസാനം ഓടിപ്പിടിച്ച് എങ്ങനെയൊക്കെയോ ചെയ്ത് തീർക്കേണ്ട കാര്യം ചെയ്ത് തീർക്കും. നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിനൊരു കാരണമുണ്ട്. നമ്മുടെ ബ്രെയിനിന് അതിന് സന്തോഷം ലഭിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനാണ് കൂടുതൽ താല്പര്യം. നമ്മുടെ മനസ്സിന് 2 ക്യാരക്ടർ ഉണ്ട്. ഒന്ന്, എല്ലാ കാര്യവും അടുക്കും ചിട്ടയോടും കൂടി ഓൺ ടൈം ചെയ്യുന്ന ഒരു മാനേജർ ക്യാരക്ടർ. രണ്ടാമത്തത്, എപ്പോഴും തമാശയും കളിയും ചിരിയും സന്തോഷവും മാത്രം ആഗ്രഹിക്കുന്ന ഒരു കുരങ്ങനെ പോലുള്ളൊരു ക്യാരക്ടർ. നമ്മുടെ ഈ നാളെ നാളെ ശീലം കാരണം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല കാര്യങ്ങളും നമുക്ക് നഷ്ടപ്പെടാറുണ്ട്. ഒന്നാമത്തേത് മെന്റൽ സ്ട്രെസ്. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്തു തീർക്കാനുള്ള കാര്യം നമ്മൾ ചെയ്തു തീർക്കാത്തത് കൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ഭാരം അനുഭവപ്പെടും. നമ്മൾ ഈ ഫോണിൽ കൂടെ സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ പോലും എനിക്കത് ചെയ്യാനുണ്ടല്ലോ എന്നുള്ളൊരു മൈൻഡ് സെറ്റോട് കൂടി ആയിരിക്കും നമ്മൾ ഈ ഫോണിൽ സ്ക്രോൾ ചെയ്യുന്നത് പോലും. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ, വളരെ മികച്ചതായി ചെയ്യാൻ പറ്റുമായിരുന്ന ഒരു കാര്യം വെറും ആവറേജ് മാത്രമായി ഒതുങ്ങിപ്പോകുന്നത്. അതായത് സമയമെടുത്ത് വളരെ നീറ്റായി ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ പറ്റുമായിരുന്ന പല കാര്യങ്ങളും നമ്മൾ ഈ സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടിയും മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടിയും വെറുതെ കളഞ്ഞതുകൊണ്ട് വെറും ആവറേജ് മാത്രമായി ഒതുങ്ങിപ്പോകുന്നത്. ഇങ്ങനെ നമ്മൾ ചെയ്യാൻ പറ്റുമായിരുന്ന കാര്യം ചെയ്യാതെ പോകുമ്പോൾ നമുക്ക് ഒരു ലോ സെൽഫ് കോൺഫിഡൻസ്, അതായത് നമ്മുടെ കോൺഫിഡൻസ് പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അത്രയും നന്നായിട്ട് ചെയ്യാമായിരുന്ന ഒരു കാര്യം ഞാൻ വെറുതെ സമയം നഷ്ടപ്പെടുത്തിയത് കൊണ്ട് ചെയ്യാൻ പറ്റിയില്ലല്ലോ, അല്ലെ എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, ഇങ്ങനെയൊരു മൈൻഡ് സെറ്റൊക്കെ നമുക്ക് ഇതുമൂലം വരും. ഇനി ഇതിന്റെ പരിഹാരം എന്താന്ന് നോക്കാം. നമുക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യം നമ്മൾ ആദ്യം ചെയ്യാൻ ശ്രമിക്കുക. ഇത് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിനോട് പറയാം, ഞാൻ ഇതിന്ന് 5 മിനിറ്റേ ചെയ്യുള്ളൂ എന്ന് പറയാം. അങ്ങനെ നമ്മൾ 5 മിനിറ്റിലേക്ക് വേണ്ടി തുടങ്ങുന്ന കാര്യം ചിലപ്പോൾ നമ്മൾ കൂടുതൽ സമയം ചെയ്യും. പിന്നെ ഈ ചെയ്യാനുള്ള കാര്യം ഒറ്റയടിക്ക് ഒറ്റ ടേക്കിൽ ചെയ്ത് തീർക്കാതെ പടിപടിയായിട്ട് പല തവണയായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഏറ്റവും വലിയ ഡിസ്ട്രാക്ഷനായ നമ്മുടെ സമയം കൊല്ലിയായ ഫോണിനെ എടുത്ത് മാറ്റി വയ്ക്കുക. നമുക്ക് ഈ ഫോൺ നമ്മുടെ മുമ്പിൽ കാണുമ്പോഴാണ് ഇത് എടുക്കാനുള്ള ഒരു താല്പര്യം വരുന്നത്. ഇതിനെ സൈലന്റ് ചെയ്ത് നമ്മൾക്ക് കാണാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കുക.
ഓർക്കുക, നാളെ എന്നത് നമ്മുടെ പ്രതീക്ഷ മാത്രമാണ്. ഇന്നലെ എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് തിരിച്ചു കൊണ്ടുവരാനും സാധിക്കുകയില്ല. നമ്മുടെ കയ്യിലുള്ളത് ഇന്നത്തെ ഈ നിമിഷം മാത്രമാണ്. അപ്പോൾ ഇന്ന് ചെയ്യേണ്ട കാര്യം ഇന്ന് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഒരിക്കലും നാളത്തേക്ക് മാറ്റി വയ്ക്കരുത്.